നമ്മളിങ്ങനെ പോവാ, കത്തിക്കൊണ്ട് പോവാ. നടക്ക് നടക്ക്. ചെരുപ്പിട്ടു ചെരുപ്പിട്ടുള്ളിതാ. അപ്പോൾ ഞങ്ങളിന്ന് കത്തിയൊക്കെ കൊണ്ടുപോരുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾക്കൊരു വാഴക്കൊല വെട്ടാണ്ട്, അത് വെട്ടാൻ പോവാ. ഞങ്ങൾ എല്ലാവരും വന്നാൽ കാണാം. ഇതിലെ പോയാലോ? അതിലുണ്ട്. ബാ കുട്ടിനെ കൊണ്ടുവരേ. അത് കരയും ഇവിടെ വന്നാലേ. അവള് വരുന്നില്ല. അവള് വന്നോളൂ. ബാ ഇതുണങ്ങി അവനെ പയറ്. എന്താ സാധനം ഇതോ? ഇത് ഞാൻ പയറ് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളതാണ്. അപ്പം ഞാനത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് പൊരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. മോളാണ് ഇവിടെ കടിച്ചു അല്ല, അതുകൊണ്ടൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കണം. എന്തൊരു വെയിലല്ലേ, നല്ല വെയില. എവിടെയാണ് ഇത്? മൂത്തിനോ നോക്കി ഞങ്ങള്? ഇതൊന്നും ശരിക്കും തോലിട്ടിട്ടില്ലേ മോളെ? പുതിയ ഡ്രസ്സൊക്കെ ഇവിടെ ഇട്ടത് മരിക്കത്. അതിനോട് കൊണ്ടിവിടെ വെയില കൊണ്ട്. വാ നമ്മള് വാ കായ എടുക്കുമ്പോ ഇവിടെ പേരമരൊക്കെ ഉണ്ട് കേട്ടോ. പേരക്കനെ കാണാനില്ലല്ലോ. അതൊക്കെ കുട്ടികൾ പറിച്ചു പോകും. വാഴക്കൊലുണ്ട്. അടുത്ത വീട്ടത്തെ കുട്ടികളൊക്കെ ഇതാണ് സാധനം. അത്യാവശ്യം വലിപ്പുണ്ടല്ലോ. കിളിയൊക്കെ കൊത്തിനല്ലോ. കൊത്തിനോ? ഇല്ലേ, ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്ന് പോയി നോക്കിയാ എങ്ങനെ വെട്ടിഞ്ഞിപ്പോ. പഴുത്തു തുടങ്ങിന് കേട്ടോ. എവിടെ സാധനം പഴുത്തിന്? പഴുത്തിട്ടുണ്ട്. അക്കുരു കുഞ്ഞാനിയെ കൊള്ളിക്കല്ലേ പൊക്കുട്ടോ കുഞ്ഞുമണിയെ വെട്ടിയൊക്കെയാലോ? എങ്ങനെ വെട്ടിക്കറിയില്ല. ഇല വെട്ടില്ല അത്. അങ്ങനെ ഉണ്ട്. സമ്മതൊക്കെ ചോദിക്കണം. ഞാൻ പറയാ ഈ ഇല വെട്ടിട്ടാലേ അറിയാം. സമ്മതൊക്കെ ചോദിക്കണോ? അതൊന്നും വേണ്ട, ഞാൻ പറയാം. കത്തിയിട്ടേ ശരിക്കും ചോറൊക്കെ തിന്നു. ശിവരാത്രിയല്ലേ, ചോറില്ലാൻ പറ്റുമോ? അതങ്ങനെ മൂർച്ചൂല്ലേ കത്തി. എന്റെ മാക്സിയിൽ പറയുന്നത് ഇതെങ്ങനെ ഇങ്ങനെ നന്നായിട്ട് തള്ളിയിട്ടത്. വേണ്ട, ഞാൻ വെട്ടാം. ഞാൻ വെട്ടാം. അതിന് ഓടുമ്പോ തങ്ങി അതാരണേ. ഞാൻ വലിക്കാം. എന്റെ മേത്തേക്ക് വീണാലേ എന്റെ മാക്സിയിൽ കറിയാവും. അങ്ങനെ വെട്ടി മൂർച്ചല്ലേ കത്തി. കുട്ടീനെ തള്ളിയിടല്ലേട്ടോ. ഇത്ര നോക്ക്. അത് വെട്ടണ്ട, അത് മൈലാഞ്ചിയാ. വെട്ടണ്ട. മഴ ഇതാ ഉണ്ടാവും. എണ്ണിത്തണ്ട് എടുക്ക. എണ്ണിത്തണ്ട് ഉപ്പേരി വയ്ക്കാം. അത് വെട്ടണ്ട, അതാണ്ട് സൈഡിക്ക് വെച്ചാളിത് മൈലാഞ്ചി. എന്നാ വെട്ടിക്കളി. അതേപോലെ ഇങ്ങോട്ട് വലിക്ക്, എന്നാലല്ലേ വെട്ടാൻ പറ്റുള്ളൂ. എന്നിട്ടല്ലേ വെട്ടുക. കേടുന്നു കേട്ടോ. അത് മൊത്തം കേടുന്നു കേട്ടോ. അത് മൊത്തം കേടുന്നു. അടുക്കി ഞാൻ ആയിട്ടില്ല വിചാരിച്ച് നിൽക്കുന്നു. വെട്ടിക്കാളി. ഇവിടെ വെട്ടി ആദ്യം കൊലക്കി. കറ ഒലിക്കത്.
കത്തി തീരെ മൂർച്ചല്ല. അവിടെ വെച്ചാൽ മൊത്തം കേടൊന്നുമില്ലേ അത്? എലി കടിച്ചാണ് കേട്ടോ. എലി അണ്ണാനൊക്കെ കഴിച്ചായിരിക്കും. അടിയിൽ വെട്ടിക്കളി, എന്നാ എണ്ണി തണ്ടെടുക്കാം. പൊട്ടിയോ? അത് നമ്മൾ വെട്ടാൻ വൈകി പോയില്ലേ? ഇവിടെ മുറിച്ചാൽ മതി കുറച്ച് ഇങ്ങോട്ടേ. നമ്മൾ കുഞ്ഞു കഷ്ണം മതി, മറ്റേ ചേച്ചിക്കാർക്കും കൊടുക്കാം. ചെറുത് മതി നമുക്ക്. ഒത്തിരി വെയിലല്ലേ, നല്ല വെയില. ഇനി എണ്ണിത്തണ്ടോട്ട് ഞങ്ങൾ ഉപ്പേരൊക്കെ വെക്കും കേട്ടോ. ചില ആൾക്കാർ ഇതിൽ മുതിരയൊക്കെ ഇട്ട് വെക്കും, പക്ഷെ ഞാന് അതെ കറയാക്കണ്ട കേട്ടോ. കുപ്പായത്തില് ഷർട്ടില് അതിന് ഞാനും മോളല്ലോ നിന്നും. ഞങ്ങൾ മുരിങ്ങ താളിപ്പൊക്കെ ഉണ്ടാക്കിയ ഞാനും മോളും നല്ല അടിച്ചു വീശും. പുള്ളിക്ക് വലിയൊരു ഇതില്ല. ആ മതി, ഇനി വല്ലാതെ പൊളിക്കണ്ട, വല്ലാതെ പൊളിക്കണ്ട, എന്നാ വാടൂല. മതി. കറിയാവോ? കഴിഞ്ഞ് ഒരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ ഫുള്ള് പണി പെരേത്ത പണി തന്നെ. ഞങ്ങളെന്നും പണിയെടുക്കില്ല, അപ്പൊ നമുക്കൊരു പണിയല്ലോ. കത്തി കഴുകട്ടോ, കഴുകട്ടെ. ഇതാണ് നമ്മുടെ കൊലയും പിന്നിത്തണ്ടൊക്കെ കിട്ടീന്. പിന്നിത്തണ്ടെന്ന് ആയിരിക്കില്ല പറയാതിന്. ഇനി വേറെ നാട്ടില് വേറെ ഭാഷയാണെന്ന് അറിയില്ലല്ലോ. അല്ല ചില സ്ഥലത്ത് പുതിയ ഡ്രസ്സൊക്കെ മോളാണ് അലക്കിയിട്ടത്. അന്ന് ശരിക്കും ഇട്ടിട്ടൊന്നുമില്ല. ഉണങ്ങി കിട്ടിയത് ഞാൻ പുതിയ ഡ്രസ്സ് വെയിലത്തൊന്നും ഞാൻ ഇടലില്ല, ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആയിരിക്കും വേഗം. ചിലപ്പോ 2 ദിവസത്തിനുള്ളിൽ മഴ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ചൂട് പറഞ്ഞാല് എന്ത് ജാതി ചൂടാ. ഒന്ന് പുറമറക്കാതെ മോളിട്ടത് ഇതൊക്കെ കേടും. ഇതിന്റെ ഇനി ആവശ്യമില്ല. ഇനി മാസം കഴിഞ്ഞ സ്കൂൾ പൂട്ടിയില്ലേ, നല്ല രസം ഉണ്ടാവും. ഒരു മാസം ഓണമക്കളിയല്ല. ഇനി 2 മാസത്തേക്ക് ഈസി അടിക്കുന്നില്ല. അടിക്കാൻ പറ്റിയ കാര്യമല്ല. ഇതില് പേരൊക്കെ നല്ല പഴുത്തുണ്ട് കേട്ടോ. ആ ഇതിലുണ്ട് കേട്ടോ, കേറിയ സാധനം കിട്ടുമല്ലോ. ഇതാ വലുത് നല്ല വലിപ്പമുള്ളണ്ടല്ലോ. അതിനോട് നോക്കാൻ കഴിയില്ല വെയിലുകൊണ്ട്. ഇതൊക്കെയാണ് കുട്ടികൾ പറിച്ചിട്ടത്.
അത് നമ്മളെ കുട്ടി തന്നെ പറിച്ചിട്ടായിരിക്കും. ഇവിടെ പഴുത്ത് പൊട്ടിയത് അതിലുണ്ടോ? വലിപ്പുള്ളതല്ലേ? നല്ല വലിപ്പുള്ളതുണ്ട്. നോക്കുമ്പോ കാണൂല, ഇങ്ങനെ ചാടി കിടക്കണതേ കാണുള്ളൂ. ആ അത് ശരിയാ. ആ ചിക്കുവിന്റെ മരം ചവിട്ടുണ്ട. വലുതുണ്ട്, അതിലുണ്ട്. ആ തലക്കലൊന്നുണ്ട്. ആ ഞാൻ കണ്ടു. മോളെ മോളെ ഇവിടെ പഴുത്തതൊന്ന് വാ. അപ്പോ ഒന്ന് മുകളിലുണ്ടടാ, നല്ല വലിപ്പുള്ള ചെറിയ തോട്ടിയുടെ നമ്മള് ചെറിയ തോട്ടി. ചെറുതോ? ചെറുതാ കണ്ണല്ലാത്ത. ഇവിടെ ഉണ്ടോന്ന് വാ. ഇവിടെ ഒന്ന് പഴുത്തതുണ്ട്. അടക്കാപ്പഴം വേണ്ടേ? ഞങ്ങൾ അടക്കാപ്പഴം എന്നാ പറയുക, ഇവരൊക്കെ പേരക്കാന്നാ പറയുക, ഞങ്ങൾ അടക്കാപ്പഴം എന്നാ പറയുക. മതി, ചെറുതൊരു പീസ്. നമുക്ക് ഇതന്നെ തിന്നൂല. ഇത് കേട് വന്നില്ലേ നമുക്ക്? നമ്മള് വെക്കാൻ വൈകിട്ടത്. അത് കേടാണെന്ന്. കേടാ? ആ അത് നോക്കി, ഇവിടെ ഇതുണ്ടോ? അത് പറ്റൂലല്ലോ, ചാക്കിയില്ലേ? നോക്കട്ടെ, ചോദിക്കാൻ നോക്ക്. അത് നമ്മൾ ഇത് കേടെന്നിട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചില്ല. അത് കായ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ഇല്ലല്ലേ? കിട്ടുന്നില്ല. അതിങ്ങനെ ഇരിക്കേണ്ടി വരില്ല. ഇനി ഇതങ്ങനെ കിട്ടും. ഇത് എടി ഇതിന്ന് ഒരു ഇത് വെട്ടി കൊടുത്താ അത് കത്തി കൊണ്ടാണ് ചെത്തിക്കും. ഉണ്ടോ? ഇത് കുറച്ച് കൊണ്ടേക്കോളെ കായ. ഇവിടെ മുറിക്കുക, നിങ്ങൾ മുറിക്കുക. എന്നാല് ഓൾക്ക് കുറച്ച് കൊടുക്കുക കായ. ആ അതാ അല്ലേ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളേ ഒക്കെ പറയാം. ഞങ്ങളിങ്ങനെ വെട്ടുമ്പോൾ അവർക്ക് കൊടുക്കല, അവർക്കൊക്കെ കൊടുക്കല. കവറായി നിർത്തോളി ഒന്ന്. അതെ, നല്ല കവറ്. ആ അതിലിട്ടോളി. അത് നല്ലതാ കവറ്. ഞാനൊക്കെ കഴുകിയെടുത്തേക്കല കവറ്. പുറത്ത് ചെളി നോക്കണ്ട. ഞാൻ ഈ പാലിൻ്റെതും മീൻ്റെതൊക്കെ കഴുകിയിട്ട് അടുത്തേക്കാ. ഞാൻ ഇത് നല്ലതാണോ നോക്കണല്ലേ, ഒന്നുകൂടി വെട്ടി വെക്കാലേ. ഉണ്ടല്ലേ? ആ അതാണ്. എന്താ രണ്ടെണ്ണത്തിനില്ല, നിങ്ങൾ എടുത്തോളി. ഇവിടെ ഇനിയിപ്പോൾ ഞാനും പെണ്ണെ തിന്നോളൂ വെച്ചാലും. അതെ, അങ്ങ് എടുത്തോളി. ഇനി ഇത് വെട്ടിയിട്ട് നല്ലതാണെങ്കിൽ ഞാൻ തരണ്ട കേട്ടോ. അതെ, നമ്മൾ വെട്ടാൻ വൈകി. അതെ, വാഴക്കല്ലെടുത്താ നമുക്ക് പോയാലോ? വെയിലാണ്. നോക്കി, പ്രാവശ്യം മാവ് പൂത്തില്ലല്ലോ. നോക്കി, ഇത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം വാങ്ങണേ. താത്താറത് നനച്ചു കൊടുക്കണം. നനയ്ക്കണോ? നനച്ചാത്ത വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല പഴം ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് പഴമല്ലായിരുന്നോ? പക്ഷെ ഒറ്റൊന്നുമില്ല, പൂത്തിട്ടല്ല. എനിക്ക് തെഴുത്തു പോയത്. പഴം ഉണ്ടാവും. വയ്യ വെയിലുകൊണ്ട് കണ്ണു എന്നാ കൊലയൊക്കെ എടുത്തോ, നമ്മള് പോവുക യാത്ര. കൊല വേണ്ടാത്തതാണ് നമുക്ക്. നിങ്ങളാണ് എടുത്തത്. ഞാനത് തെങ്ങിന്റെ ചോട്ടിക്ക് ഇട്ടതേ മതി. എടുത്തേ നമ്മള് കത്തിക്കല്ലോ. എന്താ പോലും കത്തി നമുക്ക് രണ്ടാമത് നന്നായി. ഏത് അത് കുഴപ്പമില്ല, കിളികൾ എന്തെങ്കിലും തിന്നു. പാമ്പേഴ്സൊക്കെ കവറിലാക്കി വെക്കാനൊക്കെ ഉണ്ട്. സാധനം
ഏത് അതിനാ ചേച്ചിക്ക് വെട്ടി കൊടുത്തു കഴിഞ്ഞപ്പോ കനം പോയില്ല. ഇനി മുകളിലത്തെ ചേച്ചിക്ക് കൊടുക്കണം കേട്ടോ കുറച്ച്. ആ ഓർക്ക് വേണ്ടിയല്ലോ ഇവർക്ക് കൊടുക്കാം. എന്നാ താത്തക്ക് കുറച്ച് കൊടുക്കാം. എന്നാ പോവാ, കുട്ടി അറിയണ്ട് പോവാ. മോള് സാട കിടന്ന് ഒച്ചമ്പിളി ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇതെന്തിനപ്പം നിങ്ങൾ ഈ വെള്ളത്തിലിട്ട് വെച്ചത്? അത് നമുക്ക് ആവശ്യമുണ്ട് പണിസാനല്ലേ അത്. വെള്ളം തന്നെയാണല്ലേ, അത് കുഴപ്പമില്ല. തൽക്കാലം ചെറിയ പണിക്കൊക്കെ ഉപയോഗിക്കാം. നാല് പ്ലേറ്റ് ചോറിനല്ലോ. ചോറ് ഇപ്പൊ അതിലാറെ പ്ലേറ്റ് തന്നാല് നല്ല വെട്ടടിക്കല്ലോ. അതൊന്നും തിന്നാൻ പറ്റില്ല, മൈദാണ്. ചിക്കനൊക്കെ തിന്ന് വെറുത്ത്. ആ പുറത്ത് വെച്ചോ. വയലിടുമ്പോ മണ്ണുണ്ടാവും. ഓരോ കാലം വെയില. എവിടെ വാവാശിയുടെ കുഞ്ഞമ്മിടെ എന്താ ഇവിടെ കാക്കി വെച്ചത്? എന്താ രണ്ടാക്ക് പരിപാടി? നമുക്ക് എഴുകിയില്ലേ എത്തവിടെ ആകെ പൂരപ്പറമ്പാക്കി വെച്ചിരുന്നല്ലോ. വലിയ തക്കര ഇവിടെ തക്കരപ്പൊടിയെ ഉറക്കുണ്ടാവും കേട്ടോ. തക്കരേ ബാ. ഞങ്ങൾക്ക് പിന്നെ അമ്പലത്തിൽ പോണം പപ്പ. അമ്പലത്തിലാ? ഞങ്ങൾക്ക് അമ്പലത്തിക്ക് പോണോ ഷാമീനെ കാണാന്. ഇന്ന് ഷാമീനെ കാണാൻ പോവണോ? ഇല്ലേ ഷാമീനെ കാണാൻ പോകണ്ടേ നമുക്ക്? ഇന്ന് പരിപാടിയാണ്. ഡാൻസ് ചേച്ചി ഡാൻസ് കളിക്കുന്നുണ്ടെന്ന്. ചേച്ചി ഡാൻസ് കളിക്കും. ഇന്ന് ചേച്ചി ഡാൻസ് കളിക്കും. നമ്മൾക്ക് കാണാൻ പോകണം. ചേച്ചിയുടെ സ്കൂളത്തെ പരിപാടിക്ക് പോയിട്ട് കാണാൻ സമ്മതിച്ചില്ലല്ലോ, കരഞ്ഞിട്ട്. ഇനി അമ്പലത്തിൽ പോയാൽ കരയോ? ഉറക്കം വന്നീനു കുട്ടിക്ക്. പിന്നെ പൊടിയേന് കുപ്പാപ്പി പേര് കിട്ടീനു. പുതിയേന് കുപ്പാപ്പി പേര്. എപ്പോഴായിരിക്കും പരിപാടി തുടങ്ങുക പോലെ? നിങ്ങൾ പോയി കൊണ്ടുവരണം കേട്ടോ. ഉറക്കം വന്നോ? ഉറക്കം വന്നീന് കുട്ടിക്ക്. അമ്മിനി കുമ്മിനി 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 പപ്പ എവിടെ പപ്പ? പാപ്പന് മുട്ടായി കൊണ്ടുവന്നോ? കൂട്ടായി കൊണ്ടുവന്നീനു. ചേച്ചി ഡാൻസ് കളിക്കുമല്ലോ. ചേച്ചി ഇതാ ഡാൻസ് കളിക്കാനുള്ള ആള് ഇതാ ഇവിടെ കിടക്കണേ. ചേച്ചി കഴിഞ്ഞ് കിടക്കുക. ചേച്ചി പാലൊടിച്ച് കളിക്കുക. എവിടെ കാക്കണ്ടോ നോക്കി? പൂച്ച എവിടെ? മ്യാവ് എവിടെ കുട്ടീന്റെ? മ്യാവും പൂച്ചയുടെ മ്യാവ്. ആ കാക്ക മ്യാവ് എവിടെ? മ്യാവും. ഒരു പൂച്ച ഇതിലെങ്ങനെ വരും? എന്നും പൂച്ചേനെ നോക്കി നിൽക്കുന്ന പണിയാണ്. ഭയങ്കര ഇഷ്ടമാണ് പൂച്ചേനെ കാണാൻ. നമ്മളെ കായക്കായ എവിടെ? കായക്കായ നമുക്ക് നമ്മളെ കായക്കായ നോക്കാം. ഞങ്ങൾക്കൊരു ഫ്രാഷൻ ബോട്ടിന്റെ മരമൊക്കെ ഉണ്ട്. ടൈം ഒരു കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കണ്ടങ്ങള് മുകളിലല്ലേ വെള്ളം ഒഴിച്ചു ഒന്നുണ്ടായിട്ടുണ്ട്. അത് പഴുത്തു നോക്കിന്ന്, പക്ഷെ കാണൂലത്. ഞാൻ അങ്ങനെ ചെപ്പിടട്ടെ. കുട്ടി ചുട്ടിട്ടാണ് അറിയുന്നത്. ഇത് ഉണങ്ങിയോ നീ മരം കുടിക്ക്? അതിനെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഞാൻ തുടക്കിന് വെള്ളം എന്നും ഒഴിക്കലുണ്ട്. ഞാൻ അവിടെ നോക്കി എന്നും ഒഴിക്കലുണ്ട്. ഇത് ഉണങ്ങിപ്പോയില്ലേ? ഞാൻ കണ്ടത് മുകളിലല്ലേ. ഇല്ല അത് പഴുത്തിട്ടില്ല. ഞാനോട് പറയണം. ഇതിന് വെള്ളം ഒഴിച്ചെടുത്താലേ പെട്ടെന്നുണ്ടാവും. ആ പപ്പായന്റെ മരം പറ്റ പോയില്ലേ? അതിൽ ഇടക്കിടക്ക് കറക്കി കിട്ടുന്നതാണ്. അതിലില്ലപ്പോ
ഇവിടെ എല്ലാവരും കൊണ്ടുപോകും ഇനി കർമൂസ കൊണ്ടുപോകും, ഇതൊക്കെ കൊണ്ടുപോകും എല്ലാവരും. പൂച്ചമ്പടെ പൂച്ചയൊന്നും ഇല്ലെന്ന്, ചൂടെടുത്തിട്ട് ഇരിക്കണില്ല. അതാണ് ചേച്ചിയുടെ കറ്റാറ് വാഴയ്ക്ക്. ആണെങ്കിൽ ഈ ചീര കറി വെക്കലുണ്ടത് നല്ല ടേസ്റ്റായിട്ടാണ് കറി വെച്ചാൽ. ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഇതൊക്കെ നല്ല കറി ഉണ്ടാക്കി തിന്നു, പിന്നെ ഞങ്ങൾ അത് തിന്നില്ല. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് അടിപൊളിയാണ്. ചകന്ന കളർ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുമോ? പക്ഷെ ഇത് പൂടുന്നതിന് മുന്നേ എടുക്കണം. ഇത് പോയി, ഇത് ഇനി പറ്റൂല. ഇനി മഴ പെയ്യുമ്പോൾ നല്ല തെഴുത്തുണ്ടാവുമ്പോൾ നല്ലതാ. ഇത് നല്ല സാധനമാണ് തിന്നുന്നത്. രക്തമുണ്ടാവും. ചേച്ചിയല്ല ചേട്ടനാ. എന്താ അവിടെ എത്ര എറിഞ്ഞു പൊട്ടിക്ക? ഞാൻ ചോദിച്ചു പൂച്ച എറിയാന്ന്. പുലിയാണോ ചേച്ചി? അല്ല ഇവിടെ പുലി ഇറങ്ങിന്നൊക്കെ പറഞ്ഞിട്ട്. ചക്ക ഇടിച്ചക്ക ഉണ്ടായിട്ടുണ്ട്, ചക്ക ഉണ്ടായിട്ടുണ്ട്. തോല് വെട്ടിയിരുന്നു, അപ്പൊ ചക്ക ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇതൊന്നും ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. കിളിക്കില്ലെങ്കിൽ കാറ്റത്ത് ഒരു തല. ആ കൊറേ ആൾക്കാർ പറഞ്ഞു ഇവിടെ ഇറങ്ങിന് പോന്നൊക്കെ പറയുന്നു. അമ്പലത്തിൽ പോയോ ചേച്ചിക്ക്? പുലി ഇറങ്ങിയോണ്ട് ഞാൻ അതായത് രാത്രി ഇറക്കം നിർത്തിന്. നാരാട്ടാ പുലി ഇറങ്ങിയോണ്ടേ 7 മണിയാകുമ്പോ തന്നെ ഞാൻ വീട്ടിൽ കയറും. പുലി പിടിച്ച് തിന്നതായിട്ട് നല്ല പെര കുത്തിരിക്കല്ലേ അല്ലേ. ഞാൻ എല്ലാരോടും ഞാൻ പറഞ്ഞിട്ട് രാത്രി ഇറക്കം നിർത്തി. എവിടെ പൂച്ച? എവിടെ പൂച്ചമ്പിടെ മീൻ കൊടുത്തപ്പോ പൂച്ച 2 ദിവസമൊക്കെ നല്ല വരും വന്നിന്. അല്ല എന്നും വരും ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഉച്ചക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കും. ചൂടുകൊണ്ടേ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും. പൂച്ചേനെ കാണും, ഞങ്ങൾ കാക്കേനെ കാണും. ഇത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും. അമ്മയുടെ പൊന്നു അമ്മ ഇവിടെ അതാ കാക്ക പൊന്നേ പൊന്നേ അവിടെ കാക്കതാ ഇവിടെ നോക്ക്. അതാ കാക്ക, അതാ പോണു. കണ്ടോ പിന്നെ കുഞ്ഞു കാക്കേനെ കണ്ടോ? ആ കാക്കേനെയും പൂച്ചേനെയൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്. ഞാൻ നല്ല മറ്റേ മീൻ കൊടുത്തായിരുന്നു പൂച്ചക്ക്. അപ്പൊ പൂച്ചന്റെ അവിടെ ഇങ്ങനെ നിക്കണ അപ്പൊ ഓളിങ്ങനെ കുട്ടി ഇങ്ങനെ വന്ന് നോക്കണ്ട് ചുന്ദരി. ഞങ്ങളിത് പഴനിയിൽ പോയി മുട്ടയൊക്കെ അടിച്ചതാണേ. മുട്ട സൂപ്പി ആക്കിയത് ഞങ്ങള്. 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ പോയി വന്നിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. കുഴപ്പമില്ല, മുടിയൊക്കെ വരുന്നത്. പഴനിയിൽ പോയി ഞങ്ങൾ മുട്ട ഷാമീനെ കാണാൻ പോയി. പറയ് ഹായ് പറയ് എല്ലാരോടും. ഹായ് പറയ്. ഹായ് ഇങ്ങനെ ഹായ് പറഞ്ഞ ഇങ്ങനെ ഇങ്ങനെ ഹായ് പറഞ്ഞ. മോളെ ആ ഡാൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാ. ഭയങ്കര മടിയാ മോൾക്ക്. മോള് ഡാൻസിന് പോയി അരങ്ങേറ്റൊക്കെ കഴിഞ്ഞത്, പക്ഷെ മടിയാ, പോവില്ല. പാട്ടിന് പോവും, ഒക്കെ പഠിച്ചതാ. ഒന്നും പാടില്ല, കളിക്കൂല. നിന്നെ നട്ടുമോൾക്ക് ഞങ്ങൾ ഇങ്ങനെ ഡാൻസ് കളിക്കില്ല പിന്നെ അല്ലേ? ഇനി നമുക്ക് ഡാൻസ് കളിക്കണം കേട്ടോ കുട്ടിക്ക്. എങ്ങനെ ഡാൻസ് കളിക്കുക? എങ്ങനെ ഡാൻസ് കളിക്കുക? എങ്ങനെ ഡാൻസ് കളിക്കുക? എങ്ങനെ കളിക്കുക? തപ്പോട്ടിനി ഇഷ്ടമല്ല പാട്ട് ഇട്ടാ ഇങ്ങനെ അനങ്ങും. തപ്പോട്ടിനി 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 തപ്പോട്ടി തപ്പോട്ടിനി തപ്പോട്ടി തപ്പോട്ടിനി തപ്പോട്ടി. മാമക്ക് ചിന്നു പറഞ്ഞ മാമ ചിന്നു പടി. ചൂടാണ് പൊന്നെ നേരമായോ? അങ്ങനെ അതിനതാണ് ഒക്കെ വന്നത്. ആ സ്റ്റാർ ഊരി വെച്ചില്ലല്ലോ നിങ്ങള്. ഏത് സ്റ്റാർ അല്ലേ? ഇനി അവിടെ നിന്നോട്ടെ വിചാരിച്ചു. കാരണം കേട് വന്നിട്ട് അതിന് ഇതൊക്കെ പോയിന് അതിന്റെ സാധനങ്ങളൊക്കെ ഊരിവെക്കണം. വയറത്തില്ലേ? എപ്പോഴാ എന്നിട്ട് നിങ്ങൾ അമ്പലത്തിൽ പോണേ? കുറച്ചേരം കഴിയട്ടെ, ഭയങ്കര വെയിലല്ലേ. ഇപ്പൊ പോയ ഭക്ഷണമൊക്കെ ഉണ്ട് അവിടെ. കുട്ടീനെ കൊണ്ട് ഇരിക്കാൻ കഴിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്പലത്തെ ചോറുന്നാണ്. വൈക്കുമ്പോൾ കൊണ്ടാക്കി തന്നാണ്. നമ്മ പൊന്നു പോരുണ്ടോ? മാമൂമ്മ ചിന്നാന് ഷാമീൻ്റെ മാമു ചിന്നാന് നമ്മള് പോവാ. മാമൂമ്മ ചിന്നനെ ഷാമീൻ്റെ അല്ലേ? വൈകുന്നേരം പോലെ രാത്രിയിലോ ഇതിനെ കൊണ്ട് പോയാൽ നിൽക്കുമോ? ഓൾറെഡി ചേച്ചിക്ക് ചേച്ചീൻ്റെ ഡാൻസ് കണ്ടിട്ട് നമുക്ക് പോരട്ടാ. ചേച്ചീൻ്റെ ഞാൻ എന്താ പോയിട്ട് നിൽക്കുന്നൊക്കെയാണ്. ഉക്കുരിൻ്റെ
നല്ലോണം നമ്മൾക്ക് ഇന്ന് നല്ലോണം അമ്പത്തി പോയിട്ട് ഷാമിനോട് ഇങ്ങനെ പതിച്ചിട്ട് ഇങ്ങനെ വാവാവും. അതെ കാക്ക പോയി. കാക്കമ്പിടെ ചിച്ചാമിട്ട് ചിടി 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 ചിടിച്ച പപ്പയ്ക്ക് ടാറ്റ കൊടുക്ക്. ടാറ്റ കൊടുക്ക്. പപ്പ പോണി. പപ്പ പോയില്ലേ? പപ്പ പോയി. അതാ ടാറ്റ കൊടുക്ക്. ടാറ്റ. അമ്മൂന് ടാറ്റ എടുത്താ. അമ്മൂ ചേച്ചിക്ക് ടാറ്റ എടുത്താ. ടാറ്റ കൊടുക്കുക. ഞാൻ ടാറ്റ കൊടുക്കുക. ഇങ്ങനെ കാട്ടും ടാറ്റ. അതാ ടാറ്റ കണ്ടോ? ടാറ്റ എടുക്കണേക്ക് പഠിച്ചീന് ടാറ്റ. ടാറ്റ കേട്ടോ. ടാറ്റ 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 കൊടുക്ക് ചേച്ചിക്ക്. ചേച്ചിയും ചേട്ടൻ ടാറ്റ കൊടുക്ക്. ടാറ്റ ടാറ്റ കൊടുക്ക്. ടാറ്റ പറയും. അതെ ടാറ്റ. ടാറ്റയൊക്കെ കൊടുക്കും. ഇങ്ങനെയൊക്കെ കാട്ടും കൈകൊണ്ട്. ഓക്കൊരു മൂഡ് വരണം എന്നാലേ തരുള്ളൂ. ടാറ്റ കൊടുക്കും. ഇങ്ങനെ കാട്ടും. ടാറ്റ പറയും. കൊടുക്ക്. അതൊക്കെ പപ്പയ്ക്ക് ടാറ്റ കൊടുക്ക്. പപ്പയ്ക്ക് ടാറ്റ കൊടുക്ക്. പുതിയ പെയിന്റ് കുപ്പാക്കൊക്കെ കിട്ടീന്. നഖം മുറിക്കണം. നഖം നല്ല മുറിക്കണം കേട്ടോ. ഇന്നലെ എന്റെ മാന്തിന്റെ ചെവിയൊക്കെ റെഡിയാക്കിനോള്. വയല് കഴിയും. ഓരോ സ്ഥലത്ത് ഇങ്ങനെ പുള്ളി കാണുന്നവരിയായിരിക്കും ഇത് മറക്കാന്ന്. ഉറങ്ങി എന്നിട്ട് നമുക്ക് വാവാവ് ഉറങ്ങിയിട്ട് നഖം മുറിക്കട്ടോ. കാണുന്നവരിയായിരിക്കും ഇത് മോത്ത് മാന്തി പറിച്ചില്ലടി. വാവാവ് ഉറങ്ങിയിട്ട് നമുക്ക് നഖം മുറിക്കണം കേട്ടോ. ചേച്ചി ദാ കഴുത്തിലൂടെയൊക്കെ മുറിയണേക്ക്. ഓള തലയിലൊക്കെ മാന്തി. ഓള ചെവിയിലൊക്കെ നോക്ക് ഫുള്ള് മാന്തി മുറിയാക്കണേ. ചേച്ചി പറയൂ ചെവിയിൽ അപ്പിയപ്പുണ്ട് പറയാമോ നോക്കട്ടെ. ഓള് തന്നെ മുറിയാക്കണ്ടേ? ഒന്നുമില്ല. നല്ല വിത്തിണ്ടല്ലോ. ഒന്നും അപ്പിയപ്പി ഒന്നുമില്ല. എന്നാ നമുക്ക് ഉറങ്ങല്ലേ? അയ്യോ ഇനി ഞങ്ങൾ ഉറങ്ങട്ടെ കേട്ടോ. ഞങ്ങൾ ഉറങ്ങി നീച്ചിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ചാറ്റ് കൊടുക്കാൻ നമുക്ക് പോവാം. ചാറ്റ് കൊടുക്കാൻ നമുക്ക് പോവാം. ടാറ്റ. ഞങ്ങൾ പിന്നെ വരാം. ടാറ്റ പറയ്. ടാറ്റ പറയ്. ടാറ്റ. ടാറ്റ. ബായ് പറഞ്ഞ. ബായ്. എന്താ വേദന? ടാറ്റ. എന്നാ ഞങ്ങൾ പോയോ? ഓക്കേ. ഇനി ഒഴിവിൽ എപ്പോഴേലൊക്കെ ഒരു വീഡിയോ നമുക്ക് എടുക്കാം. ഉറങ്ങാൻ പോകാ. എവിടെ ചേച്ചി? എവിടെ ചേച്ചി എവിടെ പോയി? ഇവിടെയൊക്കെ പരത്തിയിട്ടിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ എടുത്തേക്കിട്ട് തലേനൊക്കെ എടുത്തേക്ക്. ഇതൊക്കെ എടുത്തേക്ക് കളിസാധനൊക്കെ പരത്തിട്ടൊക്കെയാണ്. ഇത് നമ്മളെ എടുത്തേക്കട്ടെ കേട്ടോ. കേട്ടോ ഇതേ നമ്മള് കൊല വെട്ടാൻ പോയപ്പോ ചേച്ചി കുട്ടികൂടി കളിച്ചതാണ് കേട്ടോ. ഇങ്ങനത്തെ ചെറിയ സാധനങ്ങളൊക്കെ കളിക്കാൻ വെക്കുന്നുണ്ട്. പാത്രങ്ങള്, ഇങ്ങനത്തെ കുപ്പി, ഇതൊക്കെയാണ് കളിസാധനം. അത് മോളൊരു വാച്ചാണ്. കളിസാധനങ്ങളായിട്ടൊന്നും അങ്ങനെ വാങ്ങിയിട്ടില്ല. ഇപ്പം ഞാനിങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്ത് കളിയൊക്കെ തുടങ്ങിയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കണം. ഒക്കെ പെറുക്കിയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ പെറുക്കിയിട്ട് ഇതിപ്പോൾ ഉറങ്ങിയതല്ലോ. ഇനി ഉറങ്ങി നീച്ചാൽ പിന്നെ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. പെട്ടെന്ന് നമുക്ക് ആരെങ്കിലും വീട്ടിലേക്ക് വന്നാലേ ഒരു കുട്ടിണ്ടാവില്ല. കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒക്കെ എടുത്ത് ഇവിടെ അങ്ങനെ വെച്ചു. ഇനി ഉറങ്ങി നീച്ചാൽ പിന്നെ എടുത്തേക്കും. ഇതൊന്നും എടുത്തിച്ചില്ല. പലഹാരമൊന്നും കൊടയൊക്കെയാണ് കളിക്കുന്നത്. ഞങ്ങൾ പലഹാരത്തൊക്കെയാണ്. ചോറുണ്ടല്ലോ നമുക്ക്. ചോറ് എനിക്ക് ചോറാണ്ട. എനിക്ക് പുട്ട്. ഇപ്പൊ പുട്ടിന് പുട്ടും കടലയും മതിയോ? പിന്നെ നമ്മളെ ഫേവറേറ്റ്. എന്നാ കൈ കഴുകിക്കോളി. ഇന്ന് ടി വി തുറന്നിട്ടല്ലോ. എനിക്ക് ടി വി ഒന്നും മാറ്റണം കേട്ടോ. സീരിയൽ കഴിഞ്ഞു. ആ പേരൊക്കെ തറച്ച് ഇവിടെ തിന്ന് പകുതിയാക്കിട്ട് നോക്കി ഇങ്ങനെ പറിച്ച് നാശം വരുത്തണം. പിന്നെന്താ മോളെ ബുക്ക് വെക്കുന്ന സ്ഥലം അതൊക്കെ കണ്ടുപിടിക്കണം. ശരിക്കും മോളെ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ എടുത്ത സ്കൂൾ ഫോട്ടോ ആണ് ഇത്. മോളെ ഈ 3 കുട്ടികളുണ്ടല്ലോ ഇവിടെ
ഇതിൽ 3 കുട്ടികൾ ഇപ്പോഴും ഒരു നഴ്സറി തൊട്ട് ഇപ്പൊ 7ാം ക്ലാസ്സിലെത്തി ഇപ്പോഴും ഒരേ ക്ലാസ്സിലാണ് 3 കുട്ടികൾ. അച്ഛനോട് കേടെടുത്തിയത് അത് തിരിച്ചിട്ടുണ്ടാവും. എടുത്തേക്ക് ഭദ്രക്ക് എടുത്തേക്ക് ഫ്രെയിം ചെയ്ത് ലാമിനേഷൻ ചെയ്തൊക്കെ കേടില്ല. മോളെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ഒക്കെ ഉണ്ട്. ടിവിന്റെ സൗണ്ട് ഒഴിവാക്കിയ സീരിയലൊക്കെ കഴിഞ്ഞില്ല, ഞാൻ മറന്നുപോയി. മോളെ കുട്ടിക്കാലത്തെ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരും കേട്ടോ. ഇത് എവിടെ വെക്കിയത് അച്ഛനോട് ആവശ്യം വെക്കും. പുട്ടെടുത്താ എന്നാ വരും. എന്നാ ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. നമുക്ക് പിന്നെ കാണാം. പുട്ട് കഴിക്കാം, പുട്ട് കഴിക്കാം. കറിയൊക്കെ എടുത്ത് വെച്ചോ. കിടലക്കറി കിടലക്കറി